ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ജിത്തു ജോസഫ് സംവിധാനത്തിൽ ബിജു മേനോനും ജോജു ജോർജും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ റിവ്യൂവുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ സിനിമ കണ്ട് ഇറങ്ങി. സിനിമ വളരെ നല്ല സിനിമയായിരുന്നു. ഇമോഷണൽ ക്രൈം ത്രില്ലറായിരുന്നു സിനിമ. ഇമോഷണലായിട്ട് നല്ല സ്റ്റോറി ബേസ് ഉണ്ട് സിനിമയിൽ. അതേമാതിരി നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന സീനുകളും സിനിമയിലുണ്ട്. പിന്നെ എത്രയൊക്കെ ജിത്തു ജോസഫ് ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞാലും ട്വിസ്റ്റില്ല പറഞ്ഞാലും ജിത്തു ജോസഫിൻ്റെ സിനിമയാണല്ലോ, അത് ചെറിയ ട്വിസ്റ്റുകളൊക്കെ സിനിമയിലുണ്ട്. വളരെ മനോഹരമായ സിനിമയായിരുന്നു. ത്രില്ലർ ജോണറിലുള്ള സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടമായി. ഒരുപാട് സസ്പെൻസും ഒരുപാടില്ല, സസ്പെൻസ് ത്രില്ലറൊക്കെ ഉണ്ട്. എന്തായാലും ജിത്തു ജോസഫിൻ്റെ ഇതിന് മുമ്പത്തെ സിനിമ ഒരു മോശം അനുഭവമായിരുന്നു, എല്ലാ പ്രേക്ഷകർക്കും സമ്മാനിച്ചതെന്നറിയാം. എന്താണ് ആസിഫലിൻ്റെ സിനിമ. അതിന് പകരമായിട്ട് ഇത് വളരെ മനോഹരമായിട്ട് തന്നെ ജിത്തു ജോസഫ് നമുക്ക് മുന്നിൽ സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സിനിമ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് പിന്നെ കയറി വരുന്നുണ്ട്, അതെന്താണെന്നറിയില്ല. ഈ സംസാരിക്കുമ്പോൾ വരുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. മെല്ലെ മാറിയിരിക്കും അല്ലേ, അങ്ങനെയായിരിക്കും വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവും. അതുകൊണ്ട് പൂർവാധികം എല്ലാവരും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇനിയും പുതിയ സിനിമകളുടെ വിശേഷമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.